അന്യായം, സമകാലീനതയിലെ വേർതിരിവുകൾ. വക്കീലേ, ഈ കോലും കൊണ്ടുള്ള കളിയുണ്ടല്ലോ, അത് നടക്കില്ല. ഈ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് ഈ കോലും കൊണ്ട് നടക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന് നിരക്കാത്തതാണ്. കോലല്ല കേട്ടോ, അത് പവിത്രമായ ചെങ്കോലാണ്. ചെങ്കോൽ എടോ ഒലക്ക പത്തായം, മര്യാദ കുടുതുണി പോലും ഉടുക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ കൊത്തിക്കൊണ്ടെന്ന കോലാണെടോ പാഹയാ ഇത്. ഇതിനെ ചെങ്കോല് എന്നല്ല പറയേണ്ടത്, വേണമെങ്കിൽ സാമിക്കോല് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പവിത്രമെന്ന് പറയണമെങ്കിൽ അതിപുരാതന കാലത്ത് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. അല്ല ഇനി എന്തുമാകട്ടെ, നമ്മുടെ പാർലമെൻറ്റിനകത്ത് എന്തിനാണപ്പോൾ ഈ കുന്തം കുത്തിവെക്കുന്നത്? ഈ രാഷ്ട്രപതി നേരെ നടക്കണമെങ്കിൽ ഒരു കോലും കൊണ്ട് മുമ്പേ നടക്കണോ ആവോ? അല്ല, ഈ രാജാവിൻ്റെ ദണ്ട് പണ്ട് ചവിട്ടി ഒടിച്ച് വലിച്ച് എറിഞ്ഞിട്ടാണ് ജനാധിപത്യം ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇനിയും ഈ കുന്തത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ജനാധിപത്യം പുലർത്താനോ കശാപ്പ് ചെയ്യാനോ എന്താണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഈ വടി കാട്ടിയാണ് അകത്തേക്ക് കൊണ്ടുവന്നതും പുറത്തേക്ക് കൊണ്ടുപോയതും. ഭാവിയിൽ പാർലമെൻറ്റിൽ എല്ലാവർക്കും ഈ കുന്തം കാണിക്കേണ്ടി വരുമോ ആവോ? അല്ല, ഈ വടികാട്ടി സാധിക്കുന്ന പ്രയോഗം വേറെ ഉണ്ട്. അതല്ല, ഈ ആനയെ പാപ്പാന്മാർ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇനി ഭരണാധിപത്യക്കാർ ഈ ജനാധിപത്യത്തിൻ്റെ തലമണ്ടക്ക് ഈ കുന്തം കൊണ്ട് കുത്തുമായിരിക്കും. ഈ കണ്ണ് മഞ്ഞളിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഞങ്ങൾക്ക് തനിച്ച് ഭൂരിപക്ഷം തന്നു നോക്ക്, അപ്പോൾ ഈ വടി പോയി പാമ്പാകും. നമ്മളോടായി കളി. എന്താ വക്കീലേ? ഈ ജനാധിപത്യം പുലർത്താൻ വേണ്ടിയാണ് നമ്മുടെ പാർലമെൻറ്റ്. ജനങ്ങൾ തിരഞ്ഞെടുത്തവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെ അവിടെ നടപ്പിലാക്കാൻ പാടുള്ളതുള്ളൂ. ഒരു ഏകാധിപതിയുടെ ഭരണലക്ഷണമാണ് നാം നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. ഇതിനെതിരെ വേണമെങ്കിൽ ജനങ്ങൾക്ക് ഒരു അന്യായം ചേർക്കാൻ കൃഷ്ണേട്ടാ. സർ, ഇപ്പോൾ പാർലമെൻറ്റിലെ ചെങ്കോൽ പുറത്ത് വെക്കണമെന്നാണ് പ്രതിപക്ഷം. സമാജ്വാദി പാർട്ടി MP RK ചൗധരിയാണ് ഇതിന് ധൈര്യം കാട്ടിയത്. പക്ഷേ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ കൈമ തന്നത് എന്നാണ് ഭരണപക്ഷം. അല്ല, ഈ ബ്രിട്ടീഷുകാർക്ക് എവിടെ നിന്നാണ് ഈ ചെങ്കോൽ കിട്ടിയെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം ഇത്രയും ആയ സ്ഥിതിക്ക് പണ്ട് വെള്ളക്കാരൻ കൊണ്ടുതന്ന സാധനം മാത്രമേ നമുക്ക് കൊണ്ടു നടക്കാനുള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടൊന്നും ഉയർത്തി കാട്ടാനില്ലേ? കഷ്ടം. ഈ സായിപ്പ് പോയിട്ടും ഇവിടെ സാഹിത്യത്തിന് ഒരു മാറ്റവുമില്ല.